ഹായ്, നമസ്കാരം. ജിതനുണ്ണിക്കുളം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രൊജക്റ്റുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കമ്പനികളെല്ലാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ബൈനറി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പം എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചു, ഇത് ലീഗലാണോ ഇല്ലീഗലാണോ? അതുമാത്രമല്ല, നമ്മുടെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19 കേരളത്തിൽ വന്ന മാർഗരേഖ പ്രകാരം അത് ഇവിടെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ലിസ്റ്റിൽ വരുമോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് കിടക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഫീൽഡിലുള്ള ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിലവിൽ ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ബിറ്റ് കോയിൻ എന്നുള്ള കോയിനുകളുണ്ട് അല്ലേ. ആ ഒരു കോയിനുകളൊക്കെ നല്ല കോയിനുകളാണ്, അതിനൊന്നും ഒരിക്കലും ഞാൻ മോശം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, AI ബോട്ടിൻ്റെ സഹായത്തോടെ ട്രേഡിങ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലെ ബൈനറി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായും ഈ പറയുന്ന പല കമ്പനികളും പറയുന്നത്, നിങ്ങളിതിൽ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, നിങ്ങൾ ഒരു 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഇത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിങ്ങൾ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഇത്ര പേരെ നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര % അഡീഷണൽ കമ്മീഷൻ കിട്ടും. അതുമാത്രമല്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് ഡെയിലി ഇത്ര % പ്രോഫിറ്റ് എന്നുള്ള ലെവലിലാണ് പല കമ്പനികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത് പക്ക തട്ടിപ്പാണ്. കാരണം നമുക്ക് മുമ്പ് തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനടിയിൽ വന്ന് ചിലപ്പോൾ തിരയിട്ടേക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അത് അവരുടെ തൊഴിലാണല്ലോ ഇടുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പബ്ലിക്കിന് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ തെറി വിളിക്കുന്നവർ അവിടെ കിടന്ന് വിളിച്ചോളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒന്നാണ് മലപ്പുറം ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ അല്ലേ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1200 കോടി രൂപയോളം അല്ലേ, അതിൻ്റെ മുകളിലാണ് കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ. മോറിസ് കോയിൻ എന്ന് പറയുന്ന ഒരു കമ്പനി തട്ടിപ്പ് നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ BTC എന്ന് പറയുന്ന പേരിൽ വേറെ ഒന്നുണ്ടായിരുന്നു, പിന്നെ MTFE എന്ന് പറയുന്ന പേരിലുണ്ടായിരുന്നു, പിന്നെ DMG എന്ന് പറയുന്ന പേരിലുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ഞാനിപ്പോൾ വേറൊരു എന്താ പറയുക, ഈ ഒരു 10 ദിവസം മുമ്പേ ദ ഹിന്ദു പത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു വാർത്ത, എന്താ പറയുക, ദ ഗെയിൻ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്, ഏതാണ്ട് 6000 കോടിയുടെ ഒരു ഇതാണ് അതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പറ്റിക്കപ്പെടാൻ വേണ്ടി അങ്ങ് നിന്ന് കൊടുക്കുക. കാരണം നമ്മളെ സംബന്ധിച്ച് അത് എന്തുകൊണ്ടാ വെച്ചാൽ, നമുക്ക് വെറുതെ ഇരുന്നിട്ട് പണം കിട്ടണം. അപ്പോൾ വെറുതെ ഇരുന്ന് പണം കിട്ടണം എന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമോ കാര്യങ്ങളോ ആയിട്ട് വരുമ്പോൾ ഓടി അങ്ങ് ചെല്ലും, അതിൽ നമ്മളങ്ങ് വീട് കൊടുക്കും. വേറെ നിവൃത്തിയൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണല്ലേ, ഇപ്പം നമുക്കറിയാം, തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനി വന്നു. ആ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനി ആദ്യം വന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡിലായിരുന്നെങ്കിൽ പിന്നീട് അവരത് മാറ്റി എന്ത് ചെയ്തു, ഒരു കോയിൻ കൊടുക്കുന്ന ലെവലിലേക്ക് മാറി. അങ്ങനെ HR ടോക്കൺ എന്ന് പറയുന്ന ഒരു ടോക്കൺ അവർ ഇറക്കി. അത് ബേസ് ചെയ്തിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1630 കോടിയുടെ എങ്ങാൻ തട്ടിപ്പാണ് അവർ നടത്തിയേക്കുന്നത്. അപ്പോൾ ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ട് മുന്നിൽ, നമ്മുടെ മുന്നിലൂടെ ഇപ്പം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിൽ തുടക്ക സമയത്ത് വന്ന ആളുകളൊക്കെ പണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു അവസാന സമയത്തേക്ക് വരുന്ന എല്ലാ ആളുകൾക്കും
ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടും. കേരളം കാണുന്ന ഏറ്റവും വലിയ സ്കാമായിട്ട് ആ കമ്പനികൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കമ്പനികളുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെയായിരിക്കും കമ്പനി എന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കമ്പനികളാണെങ്കിൽ നിങ്ങൾ ഇതിനെ ചുവട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതെന്തിനു പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടി നൽകാം. നിലവിൽ ഫെബ്രുവരി 19 നമ്മുടെ ഈ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മോണിറ്ററി മെക്കാനിസത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലീഗലാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മളിപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ലിസ്റ്റ് മിക്കവാറും ഈ വരുന്ന ഏപ്രിൽ ഒരു 20-30 തീയതിയോട് കൂടി അത് പബ്ലിഷ് ചെയ്യും. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ. അപ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെ അതിന് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവും അവിടെ സംഭവിക്കില്ല. കാരണം നമുക്ക് ഇന്ന് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൂടാതെ വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഏക ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഏർണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. ഒരു കുഴപ്പമില്ല. നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ കിട്ടും. പക്ഷേ ഫീൽഡിലുള്ള ഇത്തരത്തിലുള്ള ഫണ്ടിങ് നടത്തുന്ന ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ അത്തരത്തിലുള്ള കമ്പനികൾ തട്ടിപ്പാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ നിങ്ങളൊക്കെ ഒരുപാട് കാലം വിയർത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടുപോയിട്ട് ആരുടെങ്കിലും കയ്യിലേക്ക് വെറുതെ കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. അതുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, എന്നിട്ടും നമ്മളത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കറിയാം ഇപ്പം എന്താ പറയുക, കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ വളരെ കർശനമായിട്ട് നിരന്തരം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോഴും ബോധവാന്മാരാകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒരു പക്ഷെ ചെയ്യുന്നതുകൊണ്ട് ഇതിനിടയിൽ ഒരുപാട് ആളുകൾ വന്ന് തെരുവിളിക്കും. എനിക്ക് കുഴപ്പമുള്ള കേസല്ല, തെരുവിളിച്ചോട്ടെ. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടാവും. അവർ ചിലപ്പോൾ എന്നെ ക്രിപ്റ്റോ കറൻസി ഒക്കെ ചിലപ്പോൾ പഠിപ്പിക്കാൻ ചിലപ്പോൾ വന്നേക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ എന്നാലും ഉറപ്പിച്ച് പറയുന്നു, ഇന്ന് ഫീൽഡിൽ ഉള്ള പല കമ്പനികളും ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള പല കമ്പനികളും വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്നേരം നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് നിങ്ങൾ കമൻ്റ് ഇടും, നിങ്ങൾ അന്ന് പറഞ്ഞ് വളരെ ശരിയായിരുന്നു എന്നുള്ളത്. കാരണം ഹൈറിച്ചിനെ കുറിച്ചായാലും മോറിസ്കോയിനെ കുറിച്ചായാലും ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ്. പക്ഷെ ആ പറഞ്ഞ സമയത്ത് ഞങ്ങളെ എതിർത്തവർ പിന്നീട് അത് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ആളെ പരിചയപ്പെട്ടു. അപ്പോൾ ആ വ്യക്തിയെ പരിചയപ്പെട്ട സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം ആ വ്യക്തി ആദ്യം അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും അറിയാതെ അവരെന്ത് ചെയ്തു, ഈ പറയുന്ന ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് അവർക്ക് കുറച്ച് പൈസ ഇങ്ങനെ കിട്ടി. അപ്പോൾ അവർ ഇത് കൊള്ളാലോ പരിപാടി, അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ അവരെന്ത് ചെയ്തു, നൈസായിട്ട് അവരുടെ വീട് വേറെ ആരോടും പറയാതെ അവരുടെ വീട് അവർ പണയം വെച്ചു 5 ലക്ഷം രൂപയ്ക്ക്. 5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് ആ പൈസയും കൂടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, നേരെ അങ്ങ് പോയി ഹൈറിച്ച് കുട്ടച്ചിട്ടു. ഇത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ സമയത്താണ് ഹൈറിച്ച് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഈ പറയുന്ന പൈസ, ഈ വീട് പണയം വെച്ച പൈസ, ആ പലിശയ്ക്ക് എടുത്ത ആ ഒരു പൈസ ഉണ്ടല്ലോ, ഇത് തിരിച്ചടയ്ക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ജന്മത്തിൽ ഇങ്ങനത്തെ ഒരു അബദ്ധത്തിൽ പെടില്ല, അത് ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഞാൻ ചെയ്തു പോയതാണ്, ഇനി ഇങ്ങനത്തെ ഒരു അബദ്ധത്തിൽ ജന്മത്തിൽ ഞാൻ പെടില്ല എന്നുള്ളത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടാവുന്ന
ഏറ്റവും വലിയൊരു പണിഷ്മെൻ്റാണ് അത് കിട്ടിയിരിക്കുന്നത്. കാരണം സ്വന്തം വീടാണ് അവരെന്ത് ചെയ്യുന്നത്, പണയപ്പെടുത്തുന്നത്. സ്വന്തം വീട് പണയപ്പെടുത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ പൈസ കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷേ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായേക്കാം. നിങ്ങളുടെയൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചിലപ്പോൾ പോയേക്കാം. പക്ഷെ പലരും എന്ത് ചെയ്യുന്നില്ല, ഇത് പറയാൻ തയ്യാറാവുന്നില്ല. കാരണം എന്താ അറിയോ, ചിലപ്പോൾ ഈ പൈസയ്ക്കൊന്നും ചിലപ്പോൾ സോഴ്സ് ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കേസുകളിലും ഇപ്പോൾ നമുക്ക് മോറിസ്കോ ഇന്ത്യ ആയാലും മറ്റുള്ള കേസുകളൊക്കെ ആയാലും അതൊന്നും എവിടെ എത്തിയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അതിന് ജെന്യൂനായിട്ട് പരാതി കൊടുക്കാൻ പോലും പല ആളുകളും തയ്യാറാവില്ല. കാരണം ഈ പൈസ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതിന് സോഴ്സ് കാണിക്കാൻ പല ആളുകൾക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ കേസുകളൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയും വലിയൊരു സ്കാം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ എന്താ പറയുക, സ്നേഹത്തോടെ അങ്ങ് പറഞ്ഞയക്കാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം അവരോട് പറയുക, ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളല്ലാതെ തന്നെ ജീവിച്ചോളാം എന്ന് പറയുക. മറിച്ച് നിങ്ങൾ ഏതെങ്കിലും നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നിങ്ങൾ ചൂസ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഈ വരുന്ന ഒരു 10-30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റ് കേരള ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യും. അതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു കമ്പനി നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്തിട്ട് ആ കമ്പനിയായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കണം. അങ്ങനെ കൈവരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളും ഇതുപോലെ പണികൾ മേടിക്കാതിരിക്കട്ടെ. കാരണം അവരൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. അത് മറ്റാരുടെങ്കിലും കയ്യിൽ പോയിട്ട് ഒന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആയിപ്പോകരുത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.